വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ പറയുന്ന 13 ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ. ആ ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ബോഡിയാണ് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് ബോഡിയിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെയുള്ള ഹെൽത്ത് ഇഷ്യൂസിനെയൊക്കെ നമുക്ക് പിടിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ നേരത്തെ മനസ്സിലാക്കിയിട്ട് ഒരു പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ആക്കാൻ വേണ്ടിയിട്ടും ആ ഒരു ബോഡിയെ കെയർ ചെയ്യുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ 13 ലക്ഷണങ്ങളും നിങ്ങൾക്കുണ്ടോ എന്ന് വ്യക്തമായിട്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു സ്റ്റെപ്പ് എടുക്കാനായിട്ടും ശ്രദ്ധിക്കണേ. വീഡിയോ തുടങ്ങുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനലിൽ ഡെയിലി ലൈവ് സെഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചാനലിൽ ലൈവ് സെഷൻസിൽ കയറിയിട്ട് ഡൗട്ട്സ് ചോദിക്കാവുന്നതാണ്. എല്ലാ ദിവസവും ഒരു 2 മണിക്ക് ശേഷമുള്ള സമയത്തായിരിക്കും ചാനലിൽ ലൈവ് വരുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ചില ആളുകൾ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു ടെലിഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ടെലിഗ്രാം അക്കൗണ്ട് നമ്മൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ചാനലിൽ മെമ്പർഷിപ്പ് എടുത്തവർക്ക് വേണ്ടി മാത്രമാണ്. ചാനലിൽ നിങ്ങൾ വ്യൂ ചെയ്ത് കഴിയുമ്പോൾ അതിൽ ജോയിൻ എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ടാകും. ജോയിൻ ബട്ടൺ പ്രസ് ചെയ്തിട്ട് 159 രൂപയുടെ മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ടെലിഗ്രാം ഫെസിലിറ്റി കൊടുക്കുന്നത്. പ്രൈവറ്റ് ആയിട്ടുള്ള വോയിസ് മെസ്സേജും ചാറ്റും ഒക്കെ ഇനേബിൾ ചെയ്തിട്ടുള്ളതാണ് ഈ ടെലിഗ്രാം അക്കൗണ്ട്. അതുവഴി നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ സംസാരിക്കുന്ന ഈ 13 ലക്ഷണങ്ങളും ഉണ്ടാകുന്നത് ഓവുലേഷൻ നടക്കുന്ന സമയത്താണ്. ഈ 13 ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പ്രഗ്നൻസി കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഓവുലേഷൻ നടന്നു കഴിഞ്ഞാൽ മാത്രമേ, അത് ഹെൽത്തി ആയിട്ടുള്ളൊരു ഓവുലേഷൻ നടന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വേഗത്തിൽ കൺസീവ് ആകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു എഗ്ഗ് പ്രൊഡ്യൂസ് ആയി പുറത്തേക്ക് വരുന്ന സിറ്റുവേഷൻസിലാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഓവുലേഷൻ്റെ സിംറ്റംസ് ഒക്കെ കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ചില ആളുകൾക്ക്, അതായത് ഓവുലേഷൻ ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് മെഡിസിൻ എടുക്കുന്നവർക്കും ഇഞ്ചെക്ഷൻസ് യൂസ് ചെയ്തവർക്കും ഓവുലേഷൻ്റെ സിംറ്റംസ് ഒന്നും തന്നെ അങ്ങനെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതിനർത്ഥം നിങ്ങൾക്ക് ഓവുലേഷൻ ക്വാളിറ്റിയുള്ള എഗ്ഗ് പ്രൊഡ്യൂസ് ആവില്ലെന്നോ അല്ലെങ്കിൽ ഓവുലേഷൻ നടക്കുന്നില്ലെന്നോ അല്ല കേട്ടോ. ബോഡിയിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷനൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് പലപ്പോഴും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഇല്ലാതെ വരികയും ചെയ്യുന്നുണ്ട്. അതല്ലാതെ മെഡിസിൻസ് ഒന്നും എടുക്കാതെ നോർമലായിട്ട് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ഒരാൾ ഈ ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് നിങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ ഡോക്ടറെ കാണാനായിട്ടും ശ്രദ്ധിക്കണം കേട്ടോ. ഇതിൽ ഏറ്റവും ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഓവുലേഷൻ പെയിൻ ആണ്. സഡൻ ആയിട്ടുള്ള ഒരു പെയിൻ, കുറച്ച് മണിക്കൂറുകൾ മാത്രം നിൽക്കുന്ന ഒരു വേദനയായിരിക്കും നമുക്ക് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഫീൽ ചെയ്യുന്നത്. ഒന്നുകിൽ നമ്മുടെ അടിവയറിൻ്റെ ലെഫ്റ്റ് ഭാഗത്തോ അല്ലെങ്കിൽ റൈറ്റ് ഭാഗത്തോ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വേദന ഉണ്ടാവുന്നത്. ഇത് എക്സാക്റ്റ് അടിവയറിൻ്റെ പോർഷൻ ആയിരിക്കില്ല. അടിവയറും നമ്മുടെ ആ ഒരു ഇടുപ്പും ചേരുന്ന ഒരു പകുതിക്കുള്ള പോർഷനിൽ വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വേദനകൾ ഉണ്ടാവുന്നത് കേട്ടോ. ചിലപ്പോൾ പീരിയഡ്സ് ആവുന്നത് പോലുള്ള ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ക്രാംസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഒരുപാട് മണിക്കൂറുകളോ 1-2 ദിവസവും ഒന്നും ഈ ഒരു പെയിൻ നിങ്ങൾക്ക് ലാസ്റ്റ് ചെയ്യില്ല. ഒരു വൈകുന്നേര സമയത്തൊക്കെയാണ് തുടങ്ങുന്നതെങ്കിൽ 1-2 മണിക്കൂറോളം നിങ്ങൾക്ക് ആ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാകും. നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യും, ഇങ്ങനെ ഒരു പെയിൻ വരുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ചിലപ്പോഴൊക്കെ, ചില സിറ്റുവേഷൻസിൽ. എന്നാൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ധൃതി പിടിച്ച് എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കാതെയും പോകാം. ഓരോരുത്തരുടെ പെയിൻ ടോളറേറ്റ് ചെയ്യുന്നതിന് ഡെപ്ത് ഡിഫറെൻ്റ് ആണല്ലോ. ചിലർക്ക് ചെറിയൊരു വേദന വന്നാലും ഭയങ്കരമായിട്ട് അയ്യോ വേദനിക്കുന്നത് അങ്ങനെയുള്ളൊരു പ്രവണത ഉള്ളവരുണ്ടല്ലോ. അവർക്ക് ചിലപ്പോൾ ഈ ഒരു വേദന ഭയങ്കര കൂടുതലായിട്ട് അനുഭവപ്പെടാം. അല്ലാത്തവർക്കൊക്കെ മൈൽഡ് ആയിട്ടുള്ള ഒരു പെയിൻ ആയിരിക്കും ഉണ്ടാവുന്നത് കേട്ടോ. രണ്ടാമതായിട്ട് ഉണ്ടാവുന്നതാണ് ബ്രസ്റ്റ് പെയിൻ എന്ന് പറയുന്നത്. ബ്രസ്റ്റ് പെയിനും നമ്മുടെ ആ ഒരു ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഓവുലേഷൻ ഹോർമോൺസിന്റെ സർജ് ഉണ്ടാവുന്നതിന്റെ ഭാഗമായിട്ടാണ് ബ്രസ്റ്റിന് ചേഞ്ചസ് ഉണ്ടാവുന്നതും ബ്രസ്റ്റ് തൊടുമ്പോൾ തന്നെ വേദന ഉണ്ടാവുന്ന സിറ്റുവേഷൻസും വരുന്നത് കേട്ടോ. അടുത്തൊരു ലക്ഷണമാണ് ഓവുലേഷൻ്റെ സ്പോട്ടിംഗ് എന്ന് പറയുന്നത്. ചെറുതായിട്ടുള്ളൊരു സ്പോട്ടിംഗ് ആയിരിക്കും ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്നത്. ചെറുതായിട്ടുള്ളൊരു ബ്രൗൺ ഡിസ്ചാർജോ അല്ലെങ്കിൽ ക്ലോട്ട്സ് ഒന്നും ഇല്ലാത്തതായിട്ടുള്ള ഒരു പകുതി ദിവസമോ അല്ലെങ്കിൽ ഒരു ഇത്തിരി മണിക്കൂറുകൾ മാത്രം നിലനിൽക്കുന്ന ചെറിയൊരു ബ്ലീഡിങ്ങോ ആയിരിക്കും നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാവുന്നത്. ഇത് എഗ്ഗ് പൊട്ടി പുറത്തേക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കുണ്ടാകുന്ന ലൈറ്റ് ആയിട്ടുള്ള സ്പോട്ടിംഗ് ആണ്. ഇതൊരിക്കലും ഒരു പാഡ് പോലും ഫുള്ളായിട്ട് നിറയേണ്ട തരത്തിലുള്ളൊരു ബ്ലീഡിംഗ് ആയിരിക്കില്ല. വളരെ വളരെ കുറവായിട്ടുള്ള ഒരു സ്പോട്ടിംഗ് മാത്രമേ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഒരു സ്പോട്ടിംഗ് ആണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തതെങ്കിൽ അതിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് നിങ്ങൾക്ക് പാഡ് വെക്കേണ്ടി വരുന്നുണ്ട്, അല്ലെങ്കിൽ ബ്ലീഡിങ് കുറച്ചധികം മണിക്കൂറുകളോളം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള രീതിക്കൊക്കെയാണ് നിങ്ങൾക്ക് സ്പോട്ടിംഗ് ഉണ്ടാകുന്നതെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് ചിലപ്പോൾ ഓവുലേഷൻ നടക്കാത്തതിൻ്റെയും കൂടി ലക്ഷണമായിരിക്കും കേട്ടോ.
ഓവുലേഷൻ സ്പോട്ടിങ് ഒരിക്കലും ഒരുപാട് കൂടുതൽ ഉണ്ടാവില്ല, ക്ലോത്ത്സ് ഉണ്ടാവില്ല, അതുപോലെ പാഡ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യേണ്ട സിറ്റുവേഷൻസും ഉണ്ടാകില്ല കേട്ടോ. നാലാമത്തെ ലക്ഷണമാണ് സെർവിക്കൽ മ്യൂക്കസ് എന്ന് പറയുന്നത്. മെജോറിറ്റി സ്ത്രീകളും ഓവുലേഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത് സെർവിക്കൽ മ്യൂക്കസ് വെച്ചിട്ടാണ്. സെർവിക്കൽ മ്യൂക്കസ് എന്ന് പറയുന്നത് ഓവുലേഷൻ നടക്കുന്ന ദിവസങ്ങളിൽ നമുക്കുണ്ടാകുന്ന പച്ചമുട്ടയുടെ വെള്ള പോലെയുള്ള ഒരു ഡിസ്ചാർജ് ആണ് ഓവുലേഷൻ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ വെണ്ടക്ക കട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന വഴുവഴുപ്പോട് കൂടിയിട്ടുള്ള ഒരു ഡിസ്ചാർജ് ഇല്ലേ, ഇതാണ് ഓവുലേഷൻ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അലോവേര കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വഴുവഴുപ്പ്, അങ്ങനെ നമുക്ക് ഓവുലേഷൻ ഡിസ്ചാർജിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് കൂടുതൽ സ്പേമിനെ നന്നായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി ഭാഗത്തിനാണ് ഇത്തരത്തിലുള്ള ഡിസ്ചാർജുകൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് കേട്ടോ. ഓവുലേഷൻ നടക്കുന്ന സമയങ്ങളിൽ ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഓവുലേഷൻ ഡിസ്ചാർജ് ഉണ്ടാകുന്നുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെയുള്ളൊരു ഡിസ്ചാർജ് നിങ്ങൾക്കില്ലെങ്കിലും കുഴപ്പമില്ല, ഓവുലേഷൻ നടക്കാനായിട്ട് ചാൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഓവുലേഷൻ്റെ ബാക്കിയുള്ള എല്ലാ സിംറ്റംസും ഉണ്ടായിട്ട് നിങ്ങൾക്ക് വരുന്നത് തിക്കായിട്ടുള്ള ഡിസ്ചാർജ് ആണോ എന്ന് നോക്കുക. തിക്കായിട്ടുള്ള ഡിസ്ചാർജ് ആയിക്കഴിഞ്ഞാൽ, വളരെ സ്റ്റിക്കി ആയിട്ടുള്ള ഡിസ്ചാർജ് ആയിക്കഴിഞ്ഞാൽ സ്പേമിൻ്റെ മൂവ്മെൻറ്റിനെ അത് അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഡിസ്ചാർജുകൾ വരുവാണെങ്കിൽ അപ്പോഴും നിങ്ങൾ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കെയർ ബോഡിക്ക് കൊടുക്കണം. ഓക്കെ, അഞ്ചാമത്തെ ലക്ഷണമാണ് നമ്മുടെ ലിബിഡോയിൽ ചേഞ്ചസ് ഉണ്ടാവുന്നത്. ഓവുലേഷൻ നടക്കുന്ന സമയത്ത് പുരുഷന്മാരെക്കാളും കൂടുതൽ സെക്സ് ഡ്രൈവ് സ്ത്രീകൾക്കായിരിക്കും ഉണ്ടാവുന്നത്. കാരണം അവരുടെ ബോഡി ആ ഒരു പ്രഗ്നൻസി ആകാൻ വേണ്ടിയിട്ട് ശരീരത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് ഒരുപാട് സെക്സ് ഡ്രൈവ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബോഡി പുരുഷനെ അട്രാക്ട് ചെയ്യാൻ പാകത്തിന് ഒരു ഡെവലപ്പ് ആവുകയും ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ്, നമ്മുടെ ഫ്രാഗ്രൻസിൽ ഉണ്ടാകുന്ന വ്യത്യാസം, നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഗ്ലോ, അങ്ങനെ ഒരുപാട് ചേഞ്ചസ് ബോഡിയിൽ സംഭവിക്കുകയും ചെയ്യും. നമ്മുടെ ബോഡി മെയിൽ ബോഡി അട്രാക്ട് ചെയ്യാൻ പാകത്തിലോട്ട് മാറുകയും ചെയ്യും കേട്ടോ. ഇങ്ങനെയുള്ളൊരു ചേഞ്ചസും നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അടുത്തൊരു വ്യത്യാസം ഉണ്ടാകുന്നത് സെർവിക്സ് മെഷർ ചെയ്യുന്നവർക്കാണ് കേട്ടോ. മെൻസ്ട്രൽ കപ്പൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് സെർവിക്സ് മെഷർമെന്റ് അത്ര വിയേർഡായിട്ട് തോന്നുന്നില്ല. പക്ഷെ അല്ലാത്ത ആളുകൾക്കൊക്കെ ചിലപ്പോൾ സെർവിക്സ് മെഷർമെന്റ് ഉപയോഗിച്ചിട്ട് ഓവുലേഷൻ നോക്കാൻ പറഞ്ഞ് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകാം. സെർവിക്സ് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സെർവിക്സ് മെഷർ ചെയ്ത് നോക്കുന്നവർക്ക് ഫിംഗർ ഇൻസേർട്ട് ചെയ്തിട്ട്, നമ്മുടെ മിഡിൽ ഫിംഗർ ഇൻസേർട്ട് ചെയ്തിട്ട് സെർവിക്സ് പരിശോധിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ സെർവിക്സ് എപ്പോഴും സോഫ്റ്റ് ആണോ എന്ന് നോക്കുക, അതുപോലെ തന്നെ ഹൈ ആണോ എന്ന് നോക്കുക. നിങ്ങൾ ഓവുലേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെർവിക്സ് നമ്മുടെ ചുണ്ടിൽ ഇങ്ങനെ പാടൊന്നും വരാതെ, അല്ലെങ്കിൽ ചുണ്ടിൽ കൂടുതൽ സ്കിന്ന് വരാതിരിക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ലിപ്പില്ലേ, ആ ലിപ്പായിരിക്കും നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ സെർവിക്സിന്റെ പൊസിഷൻ ഹൈയും ആയിരിക്കും. ഇതെങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടതെന്ന് ഓൾറെഡി വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന്റെ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഭയങ്കരമായിട്ട് കൂടിപ്പോകും, അതുകൊണ്ട് പറയുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ ഫിംഗർ ഇൻസേർട്ട് ചെയ്ത് സെർവിക്സിന്റെ പൊസിഷൻ നോക്കുന്ന സമയത്ത് മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണം, കയ്യിൽ നഖം നന്നായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാകണം. അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് നല്ലതുപോലെ സ്മൂത്ത് ആക്കി വെച്ചിട്ട് വേണം. നമ്മൾ ഒന്നും ഉണ്ടാവാൻ പാടില്ല, ഇങ്ങോട്ട് മുറിയരുത്, അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കൈ നല്ലതുപോലെ സോപ്പിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ ഇൻസേർട്ട് ചെയ്ത് നോക്കാൻ പാടുള്ളൂ. അത് നോക്കണമെന്ന് നിർബന്ധമില്ല. ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾക്ക്, ഏതെങ്കിലും ഒരു സിംറ്റം നിങ്ങൾക്ക് വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇതൊന്നും വരുന്നില്ലെങ്കിൽ അറ്റ കൈ എന്നോണം മാത്രം സെർവിക്സ് പൊസിഷൻ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് കേട്ടോ. അടുത്തൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് നമ്മുടെ സ്കിന്നിൽ, ബുദ്ധിമുട്ടല്ല, ഒരു ലക്ഷണം ഉണ്ടാകുന്നത് സ്കിന്നിലെ ഗ്ലോ ഉണ്ടാവുന്നതാണ് കേട്ടോ. അതായത് നമുക്ക് കൂടുതൽ നമ്മുടെ ബോഡി അട്രാക്ട് ചെയ്യാൻ പാകത്തിന് മാറുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പീരിയഡ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബോഡിയിൽ വ്യത്യാസം വരിക, തിളക്കം വരിക, നമ്മുടെ കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് തന്നെ കൊള്ളാലോ എന്ന് തോന്നുന്ന രീതിക്ക് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ബോഡിയിൽ വ്യത്യാസം ഉണ്ടാകാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തൊരു കണ്ടീഷൻ ഉണ്ടാകുന്നതാണ് ബ്ലോട്ടിംഗ് എന്ന് പറയുന്നത്. വയറ് ഭയങ്കര തിങ്ങിയിരിക്കുന്നത് പോലെ ഗ്യാസ് ഫോം ചെയ്യുന്ന തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും നമുക്ക് കൂടുതലായിട്ട് വയറിൽ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഫീൽ ചെയ്യാം. ചില ആളുകൾക്ക് വയറിന് ചുറ്റുമുള്ള പോർഷനിലും വേദന ഉണ്ടാകും. അതായത് നമ്മൾ വയറ് ഭയങ്കര പ്രകമ്പനം കൊണ്ടിരിക്കുന്നതാണെന്ന് പറയും. അത് നമുക്ക് ഭയങ്കര ഹെവി ആയിട്ട് പോകുന്ന സിറ്റുവേഷനിൽ പൊക്കിളിന് ചുറ്റുമുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ഇതുപോലുള്ള ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യാം കേട്ടോ. ഓൾറെഡി ശരീരത്തിനകത്ത് ഒരു ആക്ടിവിറ്റി നടക്കുന്നത് കൊണ്ടാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാറ്റങ്ങൾ പുറത്തേക്ക് ഉണ്ടാകുന്നത്. നമുക്ക് ഹോർമോൺസ് കൂടുന്നുണ്ട്, ഈസ്ട്രജൻ കൂടുന്നുണ്ട്, FSH ഹോർമോൺ, LH ഹോർമോണൊക്കെ നന്നായിട്ട് ഇൻക്രീസ് ആയി വരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ചേഞ്ചസ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അടുത്തതായിട്ട് വ്യത്യാസം ഉണ്ടാകുന്നത് നമ്മുടെ ലോവർ ബാക്ക് പോർഷനിലാണ്. നമ്മുടെ നടുവിന് ഏറ്റവും അറ്റത്തായിട്ടുള്ള പോർഷനിൽ ഓവുലേഷൻ നടന്ന് എഗ്ഗ് പൊട്ടി പുറത്തേക്ക് വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ക്രാംസ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു പ്രഷർ കൊണ്ടോ എഫക്റ്റ് കൊണ്ടോ കീഴ്പോട്ടേക്ക് ലോവർ അബ്ഡമന്റെ പോർഷനിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യാം കേട്ടോ. ഇതൊരിക്കലും ഒരുപാട് ഹെവി ആയിട്ടുള്ള പെയിൻ ആയിരിക്കില്ല. കുറച്ച് നേരം ഒന്ന്
റെസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ നാച്ചുറലായിട്ട് ആ ഒരു പെയിൻ മാറിപ്പോയിക്കോളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു വേദനയെ ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് വിചാരിച്ചിട്ട് പെയിൻ കില്ലേഴ്സ് ഒന്നും കൂടുതലായിട്ട് യൂസ് ചെയ്യരുത്. ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തൊരു ലക്ഷണമായിട്ട് വരുന്നത് എക്സ്ട്രീം ആയിട്ടുള്ള ടയേർഡ്നെസ് ആണ്. നമുക്ക് എന്തെങ്കിലും ഒന്നും ചെയ്യാനായിട്ട് തോന്നുന്നില്ല, അവിടെ എങ്ങനെയെങ്കിലും ചുരുണ്ട് കൂടിയാൽ മതി എന്നുള്ളൊരു രീതിക്കുള്ള ബോഡിയിൽ ചേഞ്ചസ് വരിക. ഹോർമോൺ സർജ് കൊണ്ടാണ് മെയിനായിട്ട് അങ്ങനെയുള്ളൊരു മാറ്റം ഉണ്ടാകുന്നത് കേട്ടോ. അതിന് നിങ്ങൾ ഒരുപാട് അങ്ങോട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. മാക്സിമം നമ്മൾ എനർജറ്റിക് ആവാനായിട്ട് നോക്കാം. അടുത്തൊരു ലക്ഷണമാണ് നമ്മുടെ വൾവ അതുപോലെ വജൈനൽ പോർഷനിൽ സ്വെല്ലിംഗ് ഉണ്ടാവുക, വേദന അല്ലെങ്കിൽ വീക്കം പോലുള്ളൊരു കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുന്നുണ്ട്. സർവിക്സിൽ കൂടുതൽ സർവിക്കൽ മ്യൂക്കസിന്റെ പ്രൊഡക്ഷൻ നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ ഒരു പ്രഗ്നൻസി ആകാൻ വേണ്ടിയിട്ട് സ്പേമിനെ വീട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി പ്രിപ്പയർ ആവുന്നത് കൊണ്ടുമൊക്കെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് സർവിക്സിന്റെ പൊസിഷനിലും അതുപോലെ നമ്മുടെ വജൈനയുടെ അവിടെയൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്താണെങ്കിലും അല്ലാത്ത സിറ്റുവേഷനിലും ഭയങ്കര ഒരു ഹെവിനെസ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും കേട്ടോ. ആ ബുദ്ധിമുട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കാറായിട്ടുണ്ട് എന്ന് ഏകദേശം ഉറപ്പിക്കാനായിട്ട് സാധിക്കും. അടുത്തൊരു ലക്ഷണമാണ് ഓവുലേഷൻ ടെസ്റ്റ് കിറ്റിൽ പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നത്. ഈ ലക്ഷണങ്ങൾ ഒന്നുമില്ലാത്ത ഒരാൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്ത് നോക്കാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡാണ് ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് ഉപയോഗിക്കുക എന്നുള്ളത്. ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് പോലെ നമുക്ക് പുറത്ത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിക്കാനായിട്ട് സാധിക്കും. പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് ഉപയോഗിക്കുന്നത് പോലെ രാവിലെ ആദ്യത്തെ യൂറിൻ എടുത്തിട്ടല്ല ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് യൂസ് ചെയ്യേണ്ടത്. നേരെ മറിച്ച് ഒരു 12 അല്ലെങ്കിൽ 2 മണി സമയത്തുള്ള യൂറിൻ സാമ്പിൾ എടുത്തിട്ട് വേണം നമ്മൾ ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിൽ നമുക്ക് വേണ്ടത് HCGയുടെ ലെവലാണ്. അത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഏർലി മോർണിംഗിൽ ആദ്യത്തെ യൂറിനിലായിരിക്കും. പക്ഷേ നമുക്ക് ഓവുലേഷൻ ടെസ്റ്റ് കിറ്റിൽ വേണ്ടത് LH ഹോർമോണാണ്. അത് നമുക്ക് ഉണ്ടാവണമെങ്കിൽ കുറച്ചൊന്ന് നേരം കഴിയണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള രീതിക്ക് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ പറ്റിയിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് ദിജോസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ട്, കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഓവുലേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന, വീട്ടിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന മാർഗങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഒരു ലക്ഷണം പോലും നിങ്ങൾക്ക് ഇല്ലെങ്കിൽ മാത്രം നിങ്ങളൊന്ന് ഡോക്ടറെ കണ്ടു നോക്കുക, ഫോളിക്കുലർ സ്റ്റഡി നടത്തി നോക്കുക കേട്ടോ. നാച്ചുറലി പ്രഗ്നൻസി നോക്കുന്ന ഇതുവരെ ഡോക്ടറെ കാണാത്ത ഒരാളോടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നിങ്ങൾ പോയി ഒന്ന് ഡോക്ടറെ കണ്ടിട്ട് ഫോളിക്കുലർ സ്റ്റഡി നടത്തി നോക്കാൻ വേണ്ടിയിട്ട്. അതല്ലാതെ ഡോക്ടർ ഫോളിക്കുലർ സ്റ്റഡി നെക്സ്റ്റ് മന്ത് ചെയ്യാമെന്ന് പറഞ്ഞ ഒരാൾ ഈ സിംറ്റംസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല. ഡോക്ടറെ കണ്ടിട്ട് ഫോളിക്കുലർ സ്റ്റഡി നടത്തി നോക്കാനായിട്ട് നോക്കാം കേട്ടോ. ഇനി ഈ സിംറ്റംസ് എപ്പോഴൊക്കെയാണ് കണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്ത് വെച്ചിട്ടാണ് നമ്മൾ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കേണ്ടത്. നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്ത് 28 ദിവസമാണെങ്കിൽ 28ൽ നിന്ന് നിങ്ങൾ 14 കുറയ്ക്കുക. സൈക്കിൾ ലെങ്ത് എന്നത് മാറ്റമില്ലാത്ത ഒരു സംഖ്യയാണ്. പക്ഷേ 14 സൈക്കിൾ ലെങ്ത് എന്ന് പറയുന്നത് മാറ്റമുള്ള ഒരു സംഖ്യയാണ്. പക്ഷേ 14 എന്ന് പറയുന്നത് മാറ്റമില്ലാത്ത ഒരു സംഖ്യയാണ്. അപ്പോൾ 28 ദിവസം കൂടുമ്പോഴാണ് ഓരോ മാസവും നിങ്ങൾക്ക് പീരിയഡ്സ് ആവുന്നതെങ്കിൽ 28ൽ നിന്ന് നിങ്ങളൊന്ന് 14 കുറയ്ക്കുക. അപ്പോൾ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 14 ആയിരിക്കും. ഈ 14ാമത്തെ ദിവസം, പീരിയഡ്സിന്റെ 14ാമത്തെ ദിവസമായിരിക്കും നിങ്ങൾക്ക് ഓവുലേഷൻ ഡേറ്റ് വരുന്നത്. ഇനി നേരെ മറിച്ച് ഒരു 30ാമത്തെ ദിവസം കൂടുമ്പോഴാണ് എല്ലാ മാസവും നിങ്ങൾക്ക് പീരിയഡ്സ് ആവുന്നതെങ്കിൽ 30ൽ നിന്ന് നിങ്ങൾ 14 കുറയ്ക്കാം. അപ്പോൾ കിട്ടുന്ന ഉത്തരമാണ് 16 എന്ന് പറയുന്നത്. അപ്പോൾ പീരിയഡ്സിന്റെ 16ാമത്തെ ദിവസമായിരിക്കും നിങ്ങൾക്ക് ഓവുലേഷൻ ഡേറ്റ് വരുന്നത്. ഇതിനേക്കാളും ഒരു 5 ദിവസം മുൻപ് മുതൽ, അതായത് ഇപ്പോൾ 16ാമത്തെ ദിവസമാണ് നിങ്ങൾക്ക് ഓവുലേഷൻ ഡേറ്റ് വരുന്നതെങ്കിൽ പീരിയഡ്സിന്റെ ഒരു 11ാമത്തെ ദിവസം മുതൽ ഈ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടുവരും കേട്ടോ. ആ സമയത്ത് ലക്ഷണങ്ങൾ കണ്ടുവരുമ്പോൾ പ്രോപ്പറായിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് നോക്കുക. കൃത്യം ഓവുലേഷൻ ഡേറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. നേരത്തെ മുതൽ തന്നെ കോൺടാക്ട് സ്റ്റാർട്ട് ചെയ്താലേ ആ ഒരു ടൈം മാക്സിമം നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8ാം തീയതി മുതൽ ഈ മാസം 6ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും.
അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ Day 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.